ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ 2ൻ്റെ 9ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുഷ്പയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് 7ാം ദിവസമാണ്. അതായത് 1060 കോടിയോളമാണ് സിനിമ നേടിയതെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. 8ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും അത് പുറത്തു വന്നില്ല. നമുക്കറിയാം, ഇന്ന് അല്ലു അർജുൻ്റെ അറസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കറിയാം കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം ഇന്ന് ഒഫീഷ്യൽ കളക്ഷനൊന്നും പുറത്തു വന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. കേരളത്തിൽ വലിയൊരു മെച്ചം ഉണ്ടെന്നില്ല നമുക്ക് പറയാം. ഓരോ ദിവസവും ഇടിവ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇന്ന് കളക്ഷൻ വന്നിരുന്നത്, അതായത് വെള്ളിയാഴ്ചത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 26 ലക്ഷം രൂപ അതിന് മുകളിലാണ് എന്നുള്ളത് മാത്രമാണ്. അതായത് ഏകദേശം ഒരു 35-40 ലക്ഷം രൂപയോളം മാത്രമാണ് സിനിമയ്ക്ക് കളക്ഷനായിട്ട് വന്നത്. പക്ഷേ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ്. ഇതോടുകൂടി തന്നെ കേരളത്തിൽ നിന്ന് 17 കോടി കടന്നിരിക്കുകയാണ് സിനിമയുടെ കളക്ഷൻ. ഇന്ന് നമുക്ക് കളക്ഷനായിട്ട് ടോട്ടലി വരുന്നത് പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തിനേക്കാളും മുകളിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ഇന്നത്തോടുകൂടി സിനിമ 1200 കോടിയൊക്കെ അടുത്തേക്ക് എത്തുമെന്നുള്ളതാണ്. ഇനി ശനി ഞായറാണ് വരുന്നത്. ശനി ഞായറോടുകൂടി സിനിമ 1480-1500 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ന് സിനിമയ്ക്ക് മണിക്കൂറിൽ 50,000-നടുത്ത് അല്ലെങ്കിൽ 50,000-ന് മുകളിലേക്കുള്ള ടിക്കറ്റുകൾ വിറ്റ് പോകുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. ശനിയാഴ്ച തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന മികച്ച ഒരു ബുക്കിംഗ് തന്നെയാണ് എന്നുള്ളതാണ്. വെളുപ്പിനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗൊക്കെ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ഒരുപക്ഷെ പുഷ്പയ്ക്ക് ഒരു ഇടിവ് ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ അതൊരു വെറും മോഹം മാത്രമാണ് എന്നാണ് ആദ്യം പറയാനുള്ളത്. കാരണം 1000 കോടിയാണ് സിനിമ കടന്നിരിക്കുന്നത്. ബാക്കി ഒരു സിനിമയും ഇത്ര വേഗം 1000 കോടി കടന്നിട്ടില്ല. ഇനി ലക്ഷ്യം വെക്കുന്നത് 2000 കോടിയാണ്. അപ്പോൾ 1500 കോടി കടക്കേണ്ടതെന്നുള്ളത് അതാണ് നമുക്ക് പറയാനുള്ളത്. ഈ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സിനിമ തീർച്ചയായും 1500 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത്. അതിന് ഇന്നത്തെയും നാളത്തെയും കളക്ഷൻ നോക്കിയാൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാനും കഴിയും. അങ്ങനെ എത്തുകയാണെങ്കിൽ തീർച്ചയായും 2 ആഴ്ചയ്ക്കുള്ളിൽ സിനിമ 2000 കോടിയിലേക്ക് എത്തും. ഇതിനോടകം തന്നെ സിനിമയുടെ OTT റൈറ്റ്സും എല്ലാം റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് വിറ്റുപോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഇന്ന് സിനിമ കാണാനായിട്ട് കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം സബ്സ്ക്രിപ്ഷനും പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.